മനുഷ്യൻ പ്രകൃതിക്ക് മുമ്പിൽ മുട്ടുകുത്തിയ ഈ സംഭവമാണ് എമു വാർ എന്ന് ചരിത്രം പിന്നീട് വിളിച്ച പരാജിത യുദ്ധം. ലോക ചരിത്രത്തിൽ വന്യജീവി ഇടപെടലുകളിലെ ഭരണകൂട പിടിപ്പുകേടുകൾക്കും അശാസ്ത്രീയ ഇടപെടലുകൾക്കും ഉദാഹരണമായി ഇന്ന് ഈ യുദ്ധത്തെ ലോക പരിസ്ഥിതിവാദികൾ എക്കാലവും എടുത്തുകാട്ടുന്നുണ്ട്. 1932 എമു വാറിൻ്റെ പിന്നിൽ ധാരാളം കൗതുകമാർന്നതും മനുഷ്യകേന്ദ്രീകൃത ലോകബോധത്തിൻ്റെ ഒരുപാട് ചരിത്ര ഏടുകളുമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? അപകടം മനസ്സിലാക്കിയ എമുക്കൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അവ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി പലയിടങ്ങളിലായി ചിതറിയോടി. ഇങ്ങനെ ചിതറിയോടുന്ന പക്ഷികളെ ഉന്നം വയ്ക്കുന്നതിൽ പട്ടാളക്കാർ പരാജയപ്പെട്ടു. പറക്കാൻ ശേഷിയില്ലായിരുന്നുവെങ്കിലും ഓട്ടത്തിൽ അസാമാന്യ വേഗതയുണ്ടായിരുന്ന എമുപക്ഷികളോട് മെഷീൻ ഗണ്ണുകൾ പരാജയം സമ്മതിച്ചു. ഈ ഒരു സംഭവം ഒരു രാജ്യം എന്ന നിലയിലും സർക്കാർ എന്ന നിലയിലും ഓസ്ട്രേലിയൻ സമൂഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കി തീർത്തു. എന്നാൽ പിന്നീട് എമുക്കൾ നടത്തിയ ഈ പ്രതിരോധം ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ആ പക്ഷിവർഗത്തിന് വലിയ ആദരവ് നേടിക്കൊടുത്തു. പ്രതിരോധത്തിൻ്റെയും ഉയർത്തെണീൽപ്പിൻ്റെയും ചിഹ്നമായി കങ്കാരുക്കൾക്കൊപ്പം തന്നെ ഇന്ന് എമു പക്ഷി ഓസ്ട്രേലിയയിൽ ആദരിക്കപ്പെടുന്നു. ചരിത്രം നൽകുന്ന പാഠം ചിലത് ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ്. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല എന്ന പോസ്റ്റ് ഹ്യൂമൻ ചിന്തയുടെ കൂടി കാലമാണല്ലോ ഇന്ന്.